നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ശ്രീജ അടുക്കള തിരക്കിട്ട ജോലിയാണ്. ശ്രീജയ്ക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം തന്നെയായിരുന്നു. അപ്പോഴേക്കാണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നേ. നന്ദിനി വന്നിട്ട് ഒന്നുമില്ലപ്പെട്ട് ചോദിച്ചു, അല്ല ശ്രീജ എങ്ങോട്ട് പോയതായിരുന്നു? വേദയുടെ കൂടെ പോയത് കണ്ടല്ലോ, എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചു. അപ്പോഴേക്ക് ശ്രീജ പറഞ്ഞു, അതിപ്പോ എല്ലാം നന്ദിനിയോട് പറയണമെന്നുണ്ടോ? അല്ല അങ്ങനെയല്ല, എന്നാലും എവിടെ പോയതായിരുന്നു? അതെ, തൽക്കാലത്തേക്ക് ഇപ്പൊ നന്ദിനി അറിയണ്ടോ? ഓ, വേദയും ശ്രീജടത്തിയും ഭയങ്കര കൂട്ടാണല്ലോ, എന്നോടൊന്നും പറയത്തില്ലോ. അതെ, പറയേണ്ട കാര്യമാണെങ്കിൽ പറയും, മനസ്സിലായല്ലോ. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് ചോദിച്ചോണ്ടൊന്നും വരണ്ട എന്നും പറഞ്ഞ് ശ്രീജ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ, രണ്ടുപേരും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ശ്രീജടത്തേക്കൊരു നല്ലതിന് വേണ്ടിയിട്ടാണ് വേദ ശ്രീജടത്തെയും കൂട്ടിക്കൊണ്ടു പോയത്, വെറുതെ അല്ല. എന്താന്ന് എങ്ങനെ അറിയണേ? നന്ദിനിക്ക് ഒരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു. കമലയോട് കാര്യം തിരക്കുവാണ്. ഈ സമയം കമല പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല നന്ദിനി, അല്ലെങ്കിൽ നീ എന്തിനാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ പോന്നേ? അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളൂല്ലേ? അല്ല, നിന്നെ ബാധിക്കുന്ന എന്തേലും കാര്യമാണോ? അതില്ല, പിന്നെ നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും എങ്ങോട്ടേലും പോയിട്ടുണ്ടെങ്കിൽ നിന്നോട് പറയണം നിർബന്ധമുണ്ടോ? അല്ല, നീ നിന്റെ ഭർത്താവ് എങ്ങോട്ടേലും പോയിട്ടുണ്ട് പറഞ്ഞിട്ടാണോ പോന്നേ? അല്ലെങ്കിൽ വിനായൻ എങ്ങോട്ടേലും പോകുമ്പോൾ ഞങ്ങളോടൊക്കെ പറയാറുണ്ടോ അത് ചെയ്തു ഇത് ചെയ്തെന്നൊക്കെ? ഇല്ല, എന്നാ പിന്നെ മിണ്ടണ്ട. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ സ്വകാര്യതയുണ്ട്, പറഞ്ഞ കേട്ടല്ലോ എന്നും പറഞ്ഞിട്ട് കമല അങ്ങോട്ട് പോയി. നന്ദിനിക്ക് മനസ്സിലായി ഇനിയിപ്പം രഹസ്യങ്ങളൊന്നും ചോർന്നു കിട്ടാൻ വഴിയില്ലെന്ന്. നേരത്തെയാണ് ശ്രീചേട്ടത്തി എല്ലാം പറയുമായിരുന്നു, ഇപ്പൊ പറയത്തില്ല. എന്തോ ഒരു കള്ളത്തരമുണ്ട്. നന്ദിനിയുടെ ഉള്ള സമാധാനം പോയി. ഈ സമയത്ത് വിനായനെ കൊണ്ട് വേദ ഒരു ഓട്ടോറിക്ഷയില് പോവാണ്. പോകുന്ന വഴിക്ക് വിനായൻ ചോദിച്ചു, അല്ല വേദ നമ്മളെങ്ങോട്ടാ പോകുന്നേ? ഇപ്പൊ തന്നെ എത്തൂല, പിന്നെ എന്തിനാ ടെൻഷൻ അടിക്കുന്ന വിനയേട്ടാ? എൻ്റെ കൂടെ വരാൻ എന്താ പേടിയുണ്ടോ? പേടിയോ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാലും എന്തായിരിക്കും കാര്യം എന്നറിയാൻ വേണ്ടി ഒരു ആകാംക്ഷയുണ്ട് വിനായകന്. അതൊക്കെ അവിടെ ചെന്നിട്ട് പറയാം. അങ്ങനെ അവർ കുറച്ച് ദൂരം കൂടെ ഓടിക്കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് വേദ പറഞ്ഞ് ഇവിടെ നിർത്താൻ പറയണം. അവിടെ ഇറങ്ങി. അപ്പോഴേക്കും വിനായൻ ചോദിച്ചു, ഇതെന്താ ഇവിടെ? അവിടെ എങ്ങും ഒരു മനുഷ്യന്മാർ പോലും ഇല്ലായിരുന്നു, ആളില്ലാത്തൊരു സ്ഥലമാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, അതെ, സംസാരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ഇവിടെയാ എന്ന് പറഞ്ഞു. അല്ല വേദയ്ക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ട് വിനായേട്ടനോട്, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അറിയാലോ, വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൻ്റെ അവിടെ വെച്ചോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രം കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയണം. അപ്പോഴേക്കും വിനായൻ ചോദിച്ചു, എന്താ വേദേ സത്യം പറ, വേദയ്ക്ക് എന്നോട് എന്താ ചോദിക്കാനുള്ളേ? എനിക്ക് ചോദിക്കാൻ മാത്രമല്ല, പലതും വിനായൻ ചേട്ടനെന്ന് അറിയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. അറിയാലോ, വിക്രം കുറേ കാലം, ഒരു 6-7 വർഷക്കാലം വിക്രം മയക്കുമരുന്ന് കേസിൽ ജയിലിൽ കിടന്നിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമോ? അത് കേട്ടപ്പം വിനായൻ്റെ മുഖം പെട്ടെന്ന് മാറുന്ന വേദ ശ്രദ്ധിച്ചു. അല്ല, ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ വിക്രം തെറ്റും ചെയ്തിട്ടില്ല, വിക്രം നിരപരാധിയാണ്. അല്ല, അതിനകത്ത് വിനായകന്റെ അഭിപ്രായം എന്താ? അതിപ്പം ഞാനെന്താ പറയുന്നേ? വിക്രം കേസ് ഏറ്റെടുത്തല്ലേ? വിക്രം അല്ലേ പറഞ്ഞേ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെ ബാഗിനകത്ത് മയക്കുമരുന്ന് വെച്ച വിക്രമാണ്. അല്ല, വിനയേട്ടന് തോന്നുന്നുണ്ടോ അങ്ങനെ വിക്രം ചെയ്യൂന്ന്? അതിപ്പം അങ്ങനെ ചോദിച്ചാൽ ഞാൻ എന്താ വേദേ പറയുന്നേ? ആ കേസൊക്കെ തീർന്നല്ലേ, അതിന് ശിക്ഷ അനുഭവിച്ചല്ലേ വിക്രം. ഇനിയിപ്പം അതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്തിനാ? അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ വേദ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്, അതിനു വേണ്ടി തന്നെ വിനായേട്ടനെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചേ. അറിയാലോ, ഒരു കാരണവശാലും വിക്രം അങ്ങനെ ചെയ്യത്തില്ല, വിക്രത്തിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ കേസ് റീ ഒന്നുകൂടെ അന്വേഷിക്കാനായിട്ട്. ഈ കേസ് വീണ്ടും അന്വേഷിക്കാനോ? വേദയ്ക്ക് ഇത് എന്താ ഭ്രാന്തുണ്ടോ? അത് കഴിഞ്ഞ കേസല്ലേ? കഴിഞ്ഞ കേസാണ്. പക്ഷെ ഇനി ഇതിൻ്റെ പേരിൽ ആർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനൊന്നും അല്ല. പക്ഷെ എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ തെളിയിക്കണം വിക്രം തെറ്റൊന്നും ചെയ്തിട്ടില്ല, വിക്രം തെറ്റുകാരല്ലെന്ന് തെളിയിക്കണം. ഇതിൻ്റെ ഒരു വാശിയും കൂടെയാണ്. കാരണം ചെയ്യാത്ത കുറ്റം ഇത്രയും കാലം വിക്രം തലയിൽ ചുമന്നോട് നടക്കണേ, അതൊന്നും ആ ഭാരമൊന്നും ഒഴിവാക്കണ്ടേ. അപ്പോഴേക്കും ഒരു കാറ് വന്നിരുന്നു. കാറിനകത്തുനിന്ന് ദർശനം നേരത്തെ CA ഹമീദ് ഇറങ്ങുവാണ്. അപ്പോൾ ഈ കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് ഹമീദായിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ ആകെപ്പാടെ ഒന്ന് ഞെട്ടി. അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞു. വന്നപ്പോഴത്തേനും ദർശനം ചോദിച്ചു, കുറേ സമയമായി വന്നിട്ട് വേദേ? ഇല്ല, ഇപ്പോൾ വന്നോളെന്ന് പറയണേ. ഞാനേ വിനായകൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് ഹമീദ് ചോദിച്ചു, എന്നെ മനസ്സിലായോ? മനസ്സിലായി, അന്ന് ഞാൻ ആ കേസ് അന്വേഷിച്ച പോലീസാനാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ഞെട്ടലും കാര്യങ്ങളൊക്കെ വിനായകനിലുണ്ടായി. ഈ സമയത്ത് അയാൾ പറഞ്ഞു, അന്ന് തന്നെ ഞങ്ങൾക്കറിയായിരുന്നു വിക്രം ആ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, വിക്രം ആ കേസ് ഏറ്റെടുത്താന്നുള്ള കാര്യം. പിന്നെ വിക്രം അങ്ങനെ ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് വിക്രത്തെ കോടതി ശിക്ഷിച്ചത്. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വിക്രം അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്.
അപ്പോഴേക്കും ദർശൻ പറഞ്ഞു, അത് മാത്രമല്ല പഴയ ആ കേസിൻ്റെ ഫയലുകളും കാര്യങ്ങളൊക്കെ വേദ ഞങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു. അതിനകത്തുനിന്ന് കുറേ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഈ പറയുന്ന വിക്രം വെച്ചെന്ന് പറഞ്ഞാലും വിക്രത്തിന് അത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊന്നും പോലീസുകാർ അന്വേഷിക്കുകയോ റിപ്പോർട്ട് കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. വിക്രം കുറ്റക്കാരനെന്ന് തെളിഞ്ഞ ഉടനെ വിക്രത്തെ ശിക്ഷിക്കുവതേ. പക്ഷെ ഇതിൻ്റെ പിന്നിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി. ആ സമയത്ത് വേദ പറഞ്ഞു, അല്ല വിനായൻ ചേട്ടൻ അറിയാവോ അത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്? അല്ല അത് പിന്നെ ഞാനെങ്ങനെ അറിയാനാ? അല്ല ആ വീട്ടിൽ വിക്രം വിനായേട്ടനും അന്ന് ശ്രീചേട്ടത്തി ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേങ്കിൽ വിനായേട്ടൻ അറിയായിരിക്കുമല്ലോ ആ ബാഗിനകത്ത് അത് എങ്ങനെയാണ് വന്നതെന്ന്. സ്കൂളിൽ ചെന്നിട്ടല്ല വന്നിരിക്കുന്നത്, വീട്ടിൽ വെച്ചാൽ വിക്രം അത് ചെയ്തിട്ടില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ എങ്ങനെ അറിയാനാ എന്ന് പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? അത് പിന്നെ എനിക്കറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വിനായകൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ഈ സമയത്ത് വേദ കുറേ തെളിവുകൾ അങ്ങോട്ട് നിരത്തുവാണ്. വേദ പറഞ്ഞു, അല്ല ആ സമയത്തും വിനായേട്ടന് ഒരു പണിയുണ്ടായിരുന്നു, ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റിയൽ എസ്റ്റേറ്റിനും ബിസിനസ്സും കാര്യങ്ങളും. പൈസ എന്ന് പറഞ്ഞാൽ കമന്ന് വീഴുന്ന ആളായിരുന്നു. ആരെ കൊന്നിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കുന്ന സ്വഭാവമായിരുന്നു. ആ ഇടയ്ക്ക് വിനായകൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, അത് പിന്നെ എനിക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിനകത്തുനിന്ന് കുറച്ച് പൈസ തന്നാ. ഓ അങ്ങനെയാണല്ലേ? അല്ല വിനായകന് ഒരു ശ്രീകുമാറിനെ അറിയാമെന്ന് നിൽക്കുമോ? ശ്രീകുമാറോ? ഏത് ശ്രീകുമാർ? അറിയത്തില്ലല്ലേ? അറിയത്തില്ലേ വേണ്ട. തിരിച്ചു മറിച്ചും കുറേ സമയം വേദ ചോദിച്ചു. ഒന്നും അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ദർശൻ പറഞ്ഞു, ഇനിയിപ്പോൾ ചോദിച്ചിട്ട് കാര്യമില്ല, വിനായകനൊന്നും അറിയത്തില്ലേക്ക് ഇനി പിന്നെ ചോദിച്ചിട്ട് എന്താ വേദ കാര്യം എന്ന് പറയണം. അപ്പോഴേക്കും വേദ പറഞ്ഞു, അത് ശരിയാ, പക്ഷെ ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല വിനായേട്ടാ. ഞാൻ എന്താണെങ്കിലും ഇത് തെളിയിക്കാൻ പോവാ. അങ്ങനെ തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീണ്ടും കേസ് കൊടുക്കും. അങ്ങനെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ പ്രതി ശിക്ഷിക്കപ്പെടും. കാരണം വിക്രം കുറ്റവാളിയാന്ന് കണ്ട് ജയിലിലേക്ക് പോകുന്ന സമയത്ത് യഥാർത്ഥ പ്രതി മറിഞ്ഞിരിക്കുമായിരുന്നു. ആ പ്രതിയെ എനിക്ക് പുറത്ത് കൊണ്ടുവന്നേ മതിയാവുള്ളൂ. ഒരു പക്ഷേങ്കിൽ ഇത്രയും കാലം ഒരു 6-7 വർഷക്കാലം വിക്രം അനുഭവിച്ച ശിക്ഷ എന്താണെന്ന് ആ പ്രതിയെ അറിയണം. അതുകൊണ്ട് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അല്ല ആ പ്രതിയുള്ള സത്യാവസ്ഥ പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് ഇറങ്ങത്തില്ലായിരുന്നു. അച്ഛനും അമ്മയും മാത്രം ബോധിപ്പിച്ചാൽ മതിയായിരുന്നു. അല്ല വേദേ, നീ എപ്പോൾ എന്തിനാ ഇതിന് മെനക്കെട്ട് ഇറങ്ങുന്നേ? ഇതിൻ്റെ ആവശ്യം എന്താ? ഞാൻ പറഞ്ഞല്ലോ അച്ഛനും അമ്മയും ബോധിപ്പിക്കാനായിട്ട്. അതിന് വിക്രം പറഞ്ഞോ ഇത് അന്വേഷിക്കാനായിട്ട്? വിക്രം പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേങ്കിൽ വിക്രത്തിനറിയാം ഇതാരാ ചെയ്യിച്ചെന്നുള്ള കാര്യം. അത് പക്ഷേ വിക്രം പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരു കാലത്ത് വിക്രം ചിലപ്പം പറയുമായിരിക്കും ഞാനല്ല തെറ്റ് ചെയ്തതെന്നുള്ള കാര്യം. അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ പറയുമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. അപ്പോഴേക്കും വിനായകൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആ സമയം വേദദർശനോട് പറഞ്ഞു, നമുക്ക് പോകാമെന്ന് പറയണം. അങ്ങനെ അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. വിനായകൻ കൃത്യമായിട്ട് ഉത്തരവൊന്നും കൊടുത്തില്ല. അങ്ങനെ അവരങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വിനായകൻ വിളിച്ചു, വേദ ഒരു മിനിറ്റ് എന്ന് പറയണം. വേദയൊക്കെ തിരിഞ്ഞു നിന്നു. പിന്നീട് വിനായകൻ അവരുടെ അടുത്തേക്ക് നിന്നു. എന്നിട്ട് പറഞ്ഞു, അതെ എന്താ സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാമെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിൽ ആരാ എന്താ എങ്ങനെയാന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. ആ സമയത്ത് ഹമീദ് എന്ത് ചെയ്യണം, കാരണം തീർത്ത് ഒറ്റയാണ് ഇവിടെ വിനായകൻ്റെ കൊടുക്കുകയാണ്. എടാ ഇത്രയും വലിയ ദുഷ്ടത്തരം ചെയ്തിട്ട് നീയൊക്കെ മറിഞ്ഞിരിക്കുമായിരുന്നില്ലേ, ഒരു പാവത്തിനെ കൊണ്ടേ പെടുത്തിയിട്ട്. ഇപ്പം നിനക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? ഇത്രയും കാലം എല്ലാവരുടെയും മുന്നിൽ തെറ്റുകാരനായിട്ട് നിൽക്കുമായിരുന്നു. വിനായകനൊന്നും മിണ്ടാതെ കവളും പൊത്തി അവിടെ നിൽക്കുകയാണ്. ഈ സമയത്ത് ദർശനും വേദ ഹമീദും കൂടെ അങ്ങോട്ട് പോയി. വിനായകൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുവാണ്, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാതെ. കുറേ സമയം കഴിഞ്ഞപ്പോൾ വേദ വീട്ടിലേക്ക് വന്നപ്പോൾ വിക്രം ഉണ്ടായിരുന്നു. വിക്രം വേദയോട് ചോദിച്ചു, അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിന് വരെ തീരുമാനമായോ? ശ്രീനിവാസന്റെ കേസ് അതിൻ്റെ വക്കാലത്ത് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ അപ്പോഴേ പറഞ്ഞ കാര്യമല്ലേ വിക്രം, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു ചോദ്യമൊന്നും വേണ്ട. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പോവാ. അന്നത്തെ ആ മയക്കുമരുന്ന് കേസില്ലേ, അതിൻ്റെ യഥാർത്ഥ പ്രതി ആരെന്ന് ഞാൻ കണ്ടെത്തിയെന്ന് പറയണം. വിക്രം ഞെട്ടിപ്പോയി. എന്താ വേദ പറഞ്ഞേ? അതിൻ്റെ യഥാർത്ഥ പ്രതി ആരെന്ന് കണ്ടെത്തിയാന്. ഇനിയിപ്പോൾ അത് അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ പറയാൻ പോവാ. ഇത്രയും കാലം വിക്രം എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരനായിട്ട് നിന്നില്ലേ, പക്ഷെ അതിൻ്റെ യഥാർത്ഥ പ്രതി പുറത്തു വരണം, അതെൻ്റെ ആവശ്യമാണ്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, വേണ്ട വേദ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയണം. ഞാൻ അതിൻ്റെ പേര് ശിക്ഷ അനുഭവിച്ച ആയിക്കോട്ടെ, പക്ഷെ അച്ഛനും അമ്മേനെങ്കിലും എനിക്ക് ബോധിപ്പിക്കണം വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇത്രയും കാലം വിക്രത്തെ പഠിച്ചില്ലേ, വിക്രം ഒരു തെറ്റും ചെയ്യാതില്ലേ ഈ വേദനയൊക്കെ അനുഭവിച്ചുകൊണ്ട് വന്നേ, അതിൻ്റെ ആവശ്യമില്ല എന്ന് വേദ പറഞ്ഞു. വിക്രത്തിന് പേടിയായി. ഞാൻ വിക്രത്തിന് മര്യാദയ്ക്ക് ചോദിച്ചാ ഇതിൻ്റെ പിന്നിൽ ആരാന്ന്, പക്ഷെ വിക്രം പറയാൻ കൂട്ടാക്കില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസാനം കണ്ടേ പോരുവളെന്ന്. ഇപ്പം മനസ്സിലായല്ലോ എന്നും പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായി. ദൈവമേ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം വിനായകൻ ചേട്ടനാന്നുള്ള കാര്യം വേദ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരു പക്ഷേ ഇവിടെ വലിയ ഭൂകമ്പം തന്നെ നടക്കുമെന്നുള്ള കാര്യം ഉറപ്പായി.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.